ഇത് ഒച്ചപ്പാടാണ്. എക്സോസ്റ്റും തീയൊക്കെ വരും. നമ്മുടെ ചെവി അടിച്ചു. ബട്ട് ഇത് കാണാനും കേൾക്കാനും ഒക്കെ സെറ്റപ്പാണ്. ഇന്നത്തെ വിഷയം ടു സ്റ്റെപ്പ്. ടു സ്റ്റെപ്പ് കാർ കൾച്ചറിലുള്ളൊരു ടേമാണ്. ബേസിക്കലി അതൊരു ടു സ്റ്റെപ്പ് റെവ് ലിമിറ്റർ ആണ്. എങ്ങനെയാണോ ഈ സാധനം വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുണ്ട് റെവ് ലിമിറ്റർ. അത് മോഡിഫിക്കേഷൻ ഒന്നല്ല, ഫാക്ടറി തന്നെ ഫിറ്റ് ചെയ്ത് വരണതാണ്. RPM മീറ്ററിൽ റെഡ് ഏരിയ ഉണ്ടല്ലേ, അതാണ് റെവ് ലിമിറ്റിങ്. എഞ്ചിൻ RPM ആ റെഡ് ഏരിയയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഈസി ഇങ്ങനെ എഞ്ചിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതിന് അങ്ങനെ ചെയ്യണേ വെച്ചാൽ ഓരോന്ന് പൊട്ടിയും പൊളിഞ്ഞും പോകാണ്ടിരിക്കാനാണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1 സ്റ്റെപ്പ് റെവ് ലിമിറ്റിംഗ് എന്ന് പറയാം. അപ്പൊ കാര്യങ്ങൾ കുറേശ്ശെ കത്തി തുടങ്ങിയില്ലേ. 2 സ്റ്റെപ്പ് റെവ് ലിമിറ്റിംഗിൽ നമുക്ക് 2 സ്റ്റെപ്പ് റെവ് ലിമിറ്റിംഗ് ഉണ്ടാവും. ഒന്നീ പറഞ്ഞ റെഡ് ലൈനിന്റെ അവിടെ ഒരു കുറഞ്ഞ RPM നമ്മൾ വണ്ടി ലോഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ടയർ സ്പിൻ ആവാണ്ട് മാക്സിമം ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോവർ RPM ഉണ്ടാവും. സോ ബേസിക്കലി ഒരു ലോഞ്ച് കൺട്രോൾ തന്നെ. ലോഞ്ച് കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചാലും ECU എഞ്ചിനെ ആ ഒരു RPM കൺട്രോൾ ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലച്ച് വിട്ട് കഴിഞ്ഞാലാണ് ഗ്രാജുവലി ആ RPM കൂട്ടി നമുക്ക് മാക്സിമം ആക്സിലറേഷൻ തരുള്ളൂ. അങ്ങനെ ചെയ്യാണ്ടിരിക്കണമെന്ന് വെച്ചാൽ ടയർ വെറുതെ ബേണായി കുറെ ബേൺ ഔട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സ്പീഡിൽ വേഗം പോകണ്ടേ. അപ്പോൾ ബേസിക്കലി 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഞ്ച് കൺട്രോൾ തന്നെയാണ്. ഇനിയുണ്ട് സ്റ്റെപ്സ്, 3 സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ 2 സ്റ്റെപ്പിന്റെ സൗണ്ട് ഇതാണ് കേസ്. ഇനി ഫ്ലെയിംസ് എവിടെ നിന്നാണ് വരണന്നല്ല. ഇനിയാണ് മെയിൻ കാര്യം. ഈ റെവ് ലിമിറ്റിംഗ് നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഫ്യൂവല് മാത്രം കട്ട് ചെയ്യാൻ പറ്റും. ഫ്യൂവൽ ഇല്ലെങ്കിൽ നോ ബാം ബാം എഞ്ചിൻ സ്പീഡ് കൂടില്ല. അല്ലെങ്കിൽ ഫ്യൂവല് സ്പാർക്കും കട്ട് ചെയ്യാം. രണ്ടുമല്ലെങ്കിൽ പിന്നെ എന്ത് എഞ്ചിൻ. ഇത് രണ്ടുമല്ലാണ്ട് സ്പാർക്ക് മാത്രം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പാർക്ക് ഡിലേ ആക്കാം. ഫ്യൂവൽ എഞ്ചിന്റെ അകത്ത് കയറുണ്ട്. സ്പാർക്ക് ലേറ്റ് ആയിട്ട് വരുന്ന കാരണം കൊണ്ട് ഈ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഫ്യൂവല് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തോട്ട് പോകും. എന്നിട്ട് അവിടെ കിടന്ന് പൊട്ടും. അപ്പൊ നമുക്ക് 2 സ്റ്റെപ്പ് വിത്ത് ഫ്ലെയിംസ് കിട്ടും. അതായത് ഇഗ്നിഷൻ ഡിലേ ചെയ്തിട്ട് സിലിണ്ടറിന്റെ ഉള്ളിലല്ല പൊട്ടിക്കണേ, പുറത്ത് വെച്ചിട്ടാണ് ഫ്യൂവൽ പൊട്ടിക്കണേ. ഇനി ഇത് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വേറെ ചോദ്യമാണ്. ഉങ്കിട്ട പൈസ എടുക്കുക, പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം ഈ സാധനം ചെയ്തതിന് എന്തായാലും കുറെ സാധനം അടിച്ചു. ഫ്യൂവൽ പൊട്ടണ കൊടുത്ത് കിടന്നല്ല പൊട്ടണേ, പുറത്ത് കിടന്ന പൊട്ടണേ. അപ്പോൾ എക്സോസ്റ്റ് വാൽവ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് സിസ്റ്റം ഇതൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ടെർബോ ഉള്ള കാറിലാണ് ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം 2 വട്ടം ചോദിച്ചാൽ മതി. ഉങ്കിട്ട പൈസ എടുക്കുക. ടെർബോ ഉണ്ടെങ്കിൽ ടെർബോയുടെ ഉള്ളിൽ കിടന്നായിരിക്കും ഈ ഫ്യൂവൽ പൊട്ടുണ്ടാവുക. പൈസ ഉണ്ടെങ്കിൽ എന്ത് സീൻ, പണം പോട്ടെ, പോരട്ടെ.